Hello my dear students, welcome to Study Psychology in Malayalam. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രോസോഷ്യൽ ബിഹേവിയർ എന്നുള്ള മൊഡ്യൂളിൽ വരുന്ന റെസ്പോണ്ടിങ് ടു ആൻ എമർജൻസി എന്നുള്ള ടോപ്പിക്ക് നോക്കാം. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം അത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. Responding in an emergency. When an emergency arises, people often rush forward to provide help. But we also often learn of situations in which witnesses to an emergency stand around and do nothing. They take no action while victims suffer or perhaps even die. Why this happens? അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓടിച്ച് നിന്നവരെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയാണോ? ചില സിറ്റുവേഷൻസിലൊക്കെ വളരെ ബുദ്ധിമുട്ടി ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഇവൻ അവിടെ കിടന്ന് മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആരും അവരെ പോയി ഹെൽപ്പ് ചെയ്യാത്തത്? നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. When we are suddenly and unexpectedly faced with an emergency, the situation is often complex and hard to interpret. എമർജൻസി എന്ന് പറയുമ്പം എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. To figure out what is happening and provide the right help, we have to go through a series of steps and many factors determine the likelihood that we help another person. അപ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പല ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോവേണ്ടതുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്സും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. 5 crucial steps in deciding to help. First one, noticing or failing to notice that something unusual is happening. അപ്പോൾ ഇത് ഓരോന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് പറയാം, ജസ്റ്റ് ഇപ്പോൾ വായിക്കാം. Second one, correctly interpreting an event as an emergency. Third one, deciding that it is your responsibility to provide help. Fourth, deciding that you have the knowledge and skill to act. And fifth one, making the final decision to provide help. ഓക്കെ, അപ്പം നമുക്ക് ഈ 5 സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നോട്ടീസിങ് ഓർ ഫെയിലിംഗ് ടു നോട്ടീസ് ദാറ്റ് സംതിങ് അൺയൂഷ്വൽ ഇസ് ഹാപ്പനിങ്. അപ്പം നമ്മുടെ ചുറ്റും പല ഇൻസിഡൻസും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റണം, അത് ശ്രദ്ധിക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. An emergency is something that occurs unexpectedly and there is no sure way to anticipate that it will take place or plan how best to respond. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു എമർജൻസി എന്ന് പറയുന്നത് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവും, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാനേ പറ്റില്ല. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളത് തിരിച്ചറിഞ്ഞ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ. We are ordinarily doing something else and thinking about other things, looking here and there. Suddenly, when we hear someone in our class coughing and unable to speak, we have to notice that something unusual is happening. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിൽ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുന്നു, ചുമയ്ക്കുന്നു, ശ്വാസം കിട്ടാത്ത പോലെ കാണിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല, നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ഒരാൾക്കോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പം ഫസ്റ്റ് തന്നെ അത് നോട്ടീസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മളത് ശ്രദ്ധിച്ചാൽ കണ്ടാൽ മാത്രമേ പിന്നീട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിഹേവിയറിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അത് നോട്ടീസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്.
When we are asleep, concentrating on something else, we may simply fail to notice this. നമ്മൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായി നോക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തന്നെ വിട്ടുപോകും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള കുട്ടി തലറങ്ങി വീണാൽ ചിലപ്പം 2 ബെഞ്ച് അപ്പുറത്തുള്ള ആളായിരിക്കും ആദ്യം ഓടി വരുന്നത്. അപ്പോൾ അത് ആരത് ആദ്യം നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. കറക്റ്റ്ലി ഇൻ്റർപ്രറ്റിംഗ് ആൻ ഇവൻറ്റ് ആസ് ആൻ എമർജൻസി. നമ്മളത് നോട്ടീസ് ചെയ്തു, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. Most of the time, whatever catches our attention does not turn out to be an emergency and so does not require immediate action. മിക്കപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം എമർജൻസി സിറ്റുവേഷനൊന്നും ആയിരിക്കില്ല. മിക്ക സിറ്റുവേഷൻസും സാധാരണ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നമ്മളത് കാണുന്നു, അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. When people are not completely sure about what is going on, they tend to hold back and wait for further information. നമ്മളിപ്പം ഒരു ഇൻസിഡൻറ്റ് കണ്ടു, ആ സമയത്ത് നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരു എമർജൻസി ആണോ എന്നുള്ളത് അറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവുക തന്നെ ഇല്ല. After all, responding as if an emergency is occurring when one is not can lead to considerable embarrassment. അതുകൂടാതെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആരെങ്കിലും നമ്മളെ കളിപ്പിക്കാൻ ചെയ്താണ് അല്ലെങ്കിൽ ഒരാൾ തമാശയ്ക്ക് എന്തെങ്കിലും കാണിച്ചതാണെങ്കിൽ നമ്മൾ എമർജൻസി ആണെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ നാണം കെടും, നമ്മളെല്ലാവരുടെയും മുമ്പിൽ ചമ്മി പരിഹാസ കഥാപാത്രമായിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ സാധാരണ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. When you hear a loud noise or fight from your neighborhood, you are less likely to identify it as an emergency and help them. ഇപ്പോൾ നമ്മുടെ നെയ്ബർഹുഡിൽ തന്നെ ഒരു ഫൈറ്റ് നടക്കുന്നത് നമ്മൾ കേട്ടു നമ്മുടെ വീട്ടിലിരുന്ന്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഫൈറ്റൊക്കെ ആയിരിക്കാം. ഇനി സ്ഥിരം അങ്ങനെ ഫൈറ്റ് നടക്കുന്ന ഒരു വീടാണെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ആ സമയത്ത് കേൾക്കുന്ന ഫൈറ്റ് വളരെ സീരിയസ് ആയിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് ഇവരെ ആക്രമിക്കുകയാണെങ്കിലോ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകാം. അപ്പോൾ അവിടെ ആ ഒരു സിറ്റുവേഷൻ എമർജൻസി ആണ് എന്ന് നമ്മൾ അറിയാതെ പോവുകയാണ് ഉണ്ടായത്. It could be a loud argument between the husband and wife or just joking with each other. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തമാശ പറഞ്ഞിരിക്കുകയോ അവരേതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയോ ഒക്കെ ആയിരിക്കാം. നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ക്ലിയർ ആയിട്ട് അവർ സംസാരിക്കുന്നതെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. With ambiguous information as to whether one is witnessing a serious problem or something trivial, most people are inclined to accept the latter and to take no action. നമ്മളിലേക്ക് വരുന്ന ഇൻഫർമേഷൻ ആംബിഗ്വസ് ആണെങ്കിൽ, അതായത് ക്ലിയർ അല്ല, എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്നുള്ളതൊന്നും നമുക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് പ്രോബ്ലം ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ മിക്ക ആളുകളും അതൊരു ചെറിയ കാര്യമാണ് എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകാനാണ് സാധ്യത കൂടുതലും. ഇനി നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പറയുകയും ചെയ്യുമോ, അവിടെ സ്ഥിരമുള്ളതാണ് വഴക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ്, നമ്മൾ വെറുതെ ഇടപെടാനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം അവിടെ നടക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയും പോകാതിരിക്കുകയും ചെയ്യും. This suggests that the presence of multiple witnesses may inhibit helping, not because of the diffusion of responsibility, but also because it is embarrassing to misinterpret a situation and to act inappropriately. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും. അത് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് മാത്രമല്ല, നമ്മളിനി അവർ തമ്മിലുള്ള എന്തെങ്കിലും ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വെറുതെ നാണം കെടണ്ടല്ലോ എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കും, ചിലപ്പോൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നടക്കാറില്ല. This tendency for an individual surrounded by a group of strangers to hesitate and do nothing is based on what is known as pluralistic ignorance. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്ന, അതങ്ങ് ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ്. അവിടെ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അത് കണ്ടില്ല എന്ന് നടിച്ച് പോവുകയാണ് ഉണ്ടാവുന്നത്.
It refers to the fact that because none of the bystanders respond to an emergency, no one knows for sure what is happening and each depends on others to interpret the situation. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നിൽക്കുന്ന ആർക്കും തന്നെ അറിയില്ല അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് നോളജ് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഒരു തീരുമാനത്തിലെത്തുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിസൈഡിങ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് ഹെൽപ്പ്. അവിടെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. ഇൻ മെനി ഇൻസ്റ്റൻസസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഹെൽപ്പിംഗ് ഇസ് ക്ലിയർ. Firefighters are the ones to do something about a blazing building. Medical personnel deal with injuries and illnesses. ചില സിറ്റുവേഷനിലൊക്കെ ആരാണ് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുന്ന സമയത്ത് അവിടെ ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ഇഞ്ചുറിയോ ഇൽനെസ്സോ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ പേഴ്സണൽ തന്നെ അവിടെ ആവശ്യമായിട്ട് വരും. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെയല്ല, നമുക്കവിടെ ആരാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവില്ല. If responsibility is not clear, people assume that anyone in leadership role must take responsibility. For instance, adults than children, professors than students, etc. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആരാണ് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടത്, ആ റെസ്പോൺസിബിലിറ്റി ക്ലിയർ അല്ല എങ്കിൽ വേറെ ആരെങ്കിലും ലീഡർഷിപ്പ് റോളിലുള്ള ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തോട്ടെ, നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും വേറെ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ലീഡർഷിപ്പ് റോൾ എന്ന് പറയുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഉണ്ടെങ്കിൽ മുതിർന്നവർ ചെയ്തോളെന്ന് വിചാരിക്കും. നമ്മൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അതുപോലെ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആണെങ്കിലും വിചാരിക്കുന്ന ആണുങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ പറ്റുമെങ്കിൽ അവർ പോയി ഹെൽപ്പ് ചെയ്യട്ടെ എന്നും വിചാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾക്ക് തോന്നിയാൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. When there is only one bystander, he or she usually takes charge because there is no alternative. നമ്മൾ മാത്രമാണ് ആ ഒരു ഇൻസിഡൻറ്റ് കാണുന്നത്, ഒരേ ഒരു ബൈസ്റ്റാൻഡറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. കാരണം അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല, വേറെ ആരെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഡിസൈഡിങ് ദാറ്റ് യു ഹാവ് ദ നോളജ് ആൻഡ് സ്കിൽസ് ടു ആക്ട്. നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള അറിവും സ്കില്ലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. Even if a bystander progresses as far as step 3 and assumes the responsibility, a prosocial response cannot occur unless the person knows how to be helpful. അതായത് നമ്മൾ ഈ സ്റ്റെപ്പ് 3 വരെ എത്തി, നമ്മളാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലായാലും നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള നോളജോ സ്കില്ലോ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Some emergencies is sufficiently simple that almost everyone has a necessary skill to help. If someone slips on a surface, most bystanders are able to help that person get up. ചില എമർജൻസി സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളവയാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നടന്നു പോകുന്ന വഴി ഒരാൾ വീണു, അയാളെ നമുക്ക് ചെന്നിട്ട് എണീപ്പിക്കാം. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അങ്ങനെയല്ല, സ്പെസിഫിക് സ്കില്ലുള്ള ആളാണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. On the other hand, if you see an accident, someone drowning in water, etc., a person with special skill is required to help them. ഒരു ആക്സിഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ലാത്ത ആളുകൾ ചെന്ന് ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ആളെ ഇടുക്കുകയോ പൊക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഫ്രാക്ചറോ ഇഞ്ചുറീസോ ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലൊക്കെ അവരെടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾ കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ ഭയങ്കര ഹെൽപ്പിംഗ് ബിഹേവിയറൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഗുണത്തേക്കാളേറെ അത് ദോഷം ചെയ്യും. അതുപോലെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വിമ്മിങ് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്ത് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് അതിന് പറ്റിയ സ്കില്ലുണ്ടാവണം. നമുക്ക് സ്വിമ്മിങ് അറിയാമെങ്കിൽ മാത്രമേ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്, നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള സ്കില്ലുണ്ടായിരിക്കണം. ഇനി ഫൈനൽ സ്റ്റെപ്പ്, മേക്കിംഗ് ദ ഫൈനൽ ഡിസിഷൻ ടു പ്രൊവൈഡ് ഹെൽപ്പ്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, നമുക്ക് സ്കില്ലും ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്തു എങ്കിൽ അവസാനം എന്താണ് ഉണ്ടാവേണ്ടത്? നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കണം. Even if a bystander passes the first 4 steps in the decision process,
Help does not occur unless he or she makes the ultimate decision to engage in a helpful act. ഇപ്പോൾ ഒരാൾ ഈ പറഞ്ഞ 4 സ്റ്റെപ്സും കടന്നു വന്നാലും നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ അവിടെ ഹെൽപ്പിംഗ് ബിഹേവിയർ ഉണ്ടാവില്ല. Helping at this final point can be inhibited by fears, often realistic ones, about potential negative consequences. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ ചിലപ്പോൾ നമുക്കുള്ള പല പേടികളും കാരണം ഹെൽപ്പ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചേക്കാം. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണെങ്കിൽ നമ്മളവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളാണ് ഇടിച്ചതെന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ നമ്മളിനി കേസിൻ്റെ പുറകെ നടക്കേണ്ടി വരുമോ, ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരുമോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് ഒക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കും. In effect, potential helpers engage in cognitive algebra as they weigh the positive versus the negative aspects of helping. അതായത് നമ്മൾ ഈ ഹെൽപ്പ് ചെയ്യേണ്ട ആളുകൾ ഒരു കോഗ്നിറ്റീവ് ആൽജിബ്രയിൽ ഏർപ്പെടും എന്നാണ് പറയുന്നത്. അവർ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് അതിന് ശേഷം കുഴപ്പമില്ല പോസിറ്റീവ്സ് ഒക്കെയാണുള്ളതെന്ന് തോന്നിയാലേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. പക്ഷേ നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് കാര്യമായ റിസ്ക് ഒന്നുമില്ല, അതിനേക്കാളുപരി നമുക്ക് അംഗീകാരം കിട്ടും, ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെയും ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ഡെസിഷനിലേക്ക് എത്തും. അപ്പോൾ ഇത്രയാണ് റെസ്പോണ്ടിങ് ഇൻ എൻ എമർജൻസി എന്നുള്ളതിൽ വരുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന പല ടോപ്പിക്സും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ സൈക്കോളജി പ്ലേലിസ്റ്റ് നോക്കുക, അതല്ലെങ്കിൽ ചാനലിലെ വീഡിയോസ് എന്നുള്ള സെക്ഷൻ നോക്കിയാലും മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.